prayer. Amen. ജ്വാലതിങ്ങും ഹൃദയമേ, ദിവ്യ ഹൃദയമേ, സ്നേഹാഗ്നി ജ്വാലതിങ്ങും തിരുഹൃദയമേ, ഇതൾ കരിയാതെ പൂവിനുള്ളിൽ എരുതി കത്തുന്ന പോലെ, ഇതൾ കരിയാതെ പൂവിനുള്ളിൽ എരുതി കത്തുന്ന പോലെ, തിരുഹൃദയത്തിൽ മനുഷ്യ സ്നേഹം, മനുഷ്യ സ്നേഹം എരിഞ്ഞെരിഞ്ഞു നിൽപ്പിതാ, എരിഞ്ഞെരിഞ്ഞു നിൽപ്പിതാ. ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യ ഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ. Okay. Thought of the day. Thought of the day. Believing in yourself is first secret to success. വിജയത്തിന്റെ ആദ്യ രഹസ്യം നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ്. താങ്ക് യു. Okay, very good. Signing. Signing. And see. Good morning, Miss. Good morning, Miss. കേൾക്കാമോ? കേൾക്കാം. ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ വന്ന ആതിര മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഒരു പാട്ട് പാടിയാ മതിയോ മിസ്സേ? എന്തോ? ഒരു പാട്ട് പാടിയാ മതിയാ? മതി. സൈനിങ് ചെയ്യാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, പഠിക്കണം. മുകിലിൻ മകളേ, ഒഴിയും കനവേ, വിണ്ണിൽ മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ നിന്നമ്മ കൊതിപ്പൂ, വിണ്ണിന്മേലെ മുകിലിൻ മകളെ. ക്ലാസ് എടുക്കാൻ വേണ്ടി ആതിര മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എന്താ സൈനിങ്ങിന് പ്രിപ്പയർഡ് ആവാത്ത ആരും? എന്താണ് ഞാൻ പറഞ്ഞല്ലോ, എന്ത് ടോപ്പിക് വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സൈനിങ് ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടോ ഡാൻസോ കഥയോ കവിതയോ കോർട്ടോ ഓൾറെഡി വന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലോ എന്താണെങ്കിലും എന്ത് പ്രസന്റേഷൻസും ഓക്കെ സൈനിങ്ങിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞത് പിന്നെ ബാക്കിലോട്ട് ആയത് നെറ്റ് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കിലോട്ട് ആയത്. നെറ്റ് പ്രോബ്ലം ചിലപ്പോ അല്ല പറഞ്ഞ എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ സൈൻ ഇൻ ചെയ്തിരിക്കുന്ന തന്നെ അത് സൈൻ ഔട്ടും സൈൻ ഇനും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ചെയ്യുന്നതിനെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും പോകുന്നുള്ളൂ. നിങ്ങളത് ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേയിൽ അത് തിരിച്ചറിയുള്ളൂ കേട്ടോ. ഇത് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആരും മാറിയിരിക്കരുത്. സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വന്നോളൂ എന്താണെങ്കിലും. ഞാനങ്ങനെ പറയാൻ കാരണം ചില കുട്ടികൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും അവരെ എന്ത് ചെയ്യാറുണ്ട്, സ്വന്തമായിട്ട് കവിതയൊക്കെ എഴുതിക്കൊണ്ടുവരും. ടീച്ചറെ സൈൻ ഇൻ ചെയ്യാൻ എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ സ്വന്തമായിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് എത്ര പൊട്ടയാണെങ്കിൽ പോലും ആ കുട്ടി അത് പ്രസന്റ് ചെയ്യും. പൊട്ടയാണെന്നല്ല ഞാൻ പറയുന്നത്, എന്താണ് ആൾക്ക് അറിയില്ല, പക്ഷെ ആളത് എടുക്കാനുള്ള എഫേർട്ട് കാണിച്ചില്ല, അത് എഴുതാനുള്ള എഫേർട്ട് കാണിച്ചത് പ്രസന്റ് ചെയ്യും. സ്വന്തമായിട്ട് എഴുതിയതാ. ഓക്കെ, അപ്പൊ എന്തും ആയിക്കോട്ടെ. അതേപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ഇപ്പൊ നിങ്ങൾ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്തിനെങ്കിലും കുറിച്ച് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്തില്ലെങ്കിൽ പിന്നെ സൈൻ ഇനും സൈൻ ഔട്ടും ചെയ്യിപ്പിക്കില്ല, പ്രയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ,
യെസ്, നമ്മള് പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. അതെ അതെ. യെസ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു മാം. മാഡത്തിന്? കുഴപ്പമില്ല, അതിന് പോകാം. യെസ്. ലാസ്റ്റ് പ്രിൻസിപ്പിൾ എടുത്തിരുന്നോ? മാക്സിമം ടു മിനിമം ട്രെൻഡ്. ഇല്ല മിസ്. ഇല്ല മാം, അതാണ് പറയുന്നത്. ഇല്ല. യെസ്. ഓക്കെ, മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? On the early stages, the extent of muscular involvement and the amount of energy spent on motor functions are greater than at the later stages. Both motor coordinations and strength grows with age. Motor development relies not only on neuromuscular maturity but also on environmental opportunities, especially availability of equipment and the opportunity to observe and imitate other children and the opportunity to experience. Okay, എന്തായിരിക്കും മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി. എളുപ്പമാണത്. ആദ്യത്തെ സെന്റൻസ് മാത്രം ഒന്ന് വായിച്ചു നോക്കൂ. ആദ്യത്തെ സെന്റൻസ് ലേറ്റർ സ്റ്റേജസ് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. അതാണ് പറയാനും പറ്റും, നമുക്ക് സെമിനാറൊക്കെ എടുക്കാനുള്ളതല്ലേ. പ്രായം കൂടുന്തോറും മസിൽ മൂവ്മെന്റ് കൂടുതലുള്ളതുകൊണ്ട് എനർജി കൂടുതൽ ആവശ്യം. ഓക്കെ, നമ്മൾ ഏജ്ഡ് ആവുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? മോട്ടോർ ഫങ്ഷൻസില് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നത്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരുന്നു. അതായത് നമ്മുടെ മോട്ടോർ ഡെവലപ്മെന്റിനാണോ ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റിക്കാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്? രണ്ടും ഒരേപോലെ വേണം അല്ലെ? ന്യൂറോ മസ്കുലർ മൂവ്മെന്റ്സും അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെന്റ്സ് രണ്ടും ഒരേപോലെ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ആൾക്ക് നല്ലൊരു ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ഈ മാക്സിമം ടു മിനിമം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മാക്സിമം ടു മിനിമം കുട്ടിയുടെ കഴിവ് കുറവിൽ നിന്ന് ബ്രേക്ക് ആയി പോകുന്നു. ഒന്നും കേൾക്കുന്നില്ലടോ, ഒന്നും അവരുടെ ആർക്ക് പറയാൻ പറ്റുക? Extent or our muscular involvement and the amount of energy spent on motor functions are greater than at the later stages. Okay, അതായത് നമ്മൾക്കറിയാം നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ് നമ്മൾ വളരുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എനർജി എന്താണ്? വളരുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെ എന്തും വളരുന്നുണ്ട്, എന്തും കൂടി ഇൻവോൾവ് ആവുന്നുണ്ട് അതില്. എനർജി ബോഡിയുടെ അല്ലെ? യെസ്, എനർജി കൂടിക്കുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ മോട്ടോർ കോർഡിനേഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ലെ? അതായത് ചെറിയൊരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അതായത് ജനനം മുതൽ അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള വേരിയേഷൻസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? പ്രത്യേകിച്ച് മോട്ടോർ കോർഡിനേഷൻസിൽ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ആക്ട് ചെയ്യുന്ന എല്ലാ കായികമായിട്ടുള്ള എല്ലാ മോട്ടോർ ആക്ടിവിറ്റീസിൽ എന്തുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് ആദ്യത്തെ ഏർലി സ്റ്റേജസിനേക്കാൾ എന്താണ് ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സിൽ അല്ലെങ്കിൽ ബോഡി കോർഡിനേഷൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റിനേക്കാൾ കൂടുതലും അല്ലെങ്കിൽ രണ്ടും ഒരേപോലെ തന്നെ മോട്ടോർ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ന്യൂറോ മസ്കുലർ മൂവ്മെന്റ്സ് നടക്കുന്നത്. എന്താ ന്യൂറോ മസ്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത്? ന്യൂറോ മസ്കുലർ എന്തായിരിക്കും? ബുദ്ധിപരമായാണോ?
ന്യൂറോ മസ്കുലർ എന്തോ ന്യൂമൻസ് നമുക്ക് ഈ ബ്രെയിനും നമ്മുടെ മൂവ്മെന്റ്സും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ബോഡി മൂവ്മെന്റ്സും ബ്രെയിനും തമ്മില് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ തരുന്ന സിഗ്നൽസ് അനുസരിച്ചിട്ടാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? ആണോ? അതെ 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 യെസ്, ആ സിഗ്നൽസ് പ്രകാരം ബ്രെയിൻ ആണ് നമുക്ക് ഓരോ സിഗ്നൽസ് തരുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മസ്കുലർ മൂവ്മെന്റ്സുകളൊപ്പം ന്യൂറോ മസ്കുലർ എന്ന് വെച്ചാൽ ന്യൂറോ കണക്ഷൻസിൽ നിന്നാണ് മസ്കുലർ മൂവ്മെന്റ്സുകൾ ഉണ്ടാവുന്നത്. നമുക്ക് ബ്രെയിൻസ് ഓരോ സിഗ്നൽസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിർദ്ദേശങ്ങൾ തരും. ബ്രെയിൻ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്, എന്റെ കൈകാലുകൾ അനക്കുന്നതൊക്കെ അല്ലെ, തരുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് തമ്മിൽ എന്താണ് കണക്ഷൻ ഉണ്ട് അല്ലെ? നല്ല രീതിയിൽ ന്യൂറോ ഡെവലപ്മെന്റ്സിൽ നിന്നാണ് നമ്മുടെ മസ്കുലർ മൂവ്മെന്റ്സിന് കൂടുതൽ ഫൗണ്ടേഷൻസ് ലഭിക്കുന്നത്. അവിടുന്ന് നൽകുന്ന സിഗ്നൽസ് അനുസരിച്ചിട്ടാണ് മോട്ടോർ ഡെവലപ്മെന്റ്സ് കൂടുതലായിട്ട്. നമ്മുടെ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ച് എന്താണ് നമ്മളിൽ നടക്കുന്ന എല്ലാ മസിൽസിന്റെ പ്രവർത്തനം ഈ ബ്രെയിൻസിന്റെ കോർഡിനേഷൻസ് മൂലമാണ്. ഓക്കെ, ബ്രെയിൻ നമുക്ക് സിഗ്നൽ തരുന്നില്ലെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലുമില്ല. ബ്രെയിനിൽ നൽകുന്ന ആ ഒരു സിഗ്നൽ അനുസരിച്ചിട്ടാണ് ശരീരം മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത് എല്ലാം തന്നെ എന്താണ് ബ്രെയിൻസിൽ നിന്നുള്ള ആ ഒരു സിഗ്നൽസ് ആണ്. ഓക്കെ, യെസ്. ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇത്തരം എബിലിറ്റീസ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കൂട്ടണമെങ്കിൽ കൂടി നമുക്ക് എന്താണ് നമുക്ക് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു എക്യുപ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, അല്ലെങ്കിൽ എങ്ങനെ മറ്റ് സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കണം എന്നൊക്കെ. അതായത് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൈലബിലിറ്റി ഓഫ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്യുപ്മെന്റ് എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? എക്യുപ്മെന്റ് ഉപകരണങ്ങൾ. കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ടോയ്സ്, കായിക മത്സരങ്ങൾ, അതിനുള്ള ഉപകരണങ്ങൾ. മോട്ടോർ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള മോട്ടോർ കോർഡിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് കുട്ടികളിൽ ഈ ഒരു അല്ലെങ്കിൽ കോർഡിനേഷൻസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഉപകരണങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയായിരിക്കണം, അല്ലെങ്കിൽ അത്ര മൂവ്മെന്റ്സ് ആയിരിക്കണം കുട്ടികളുടെ ബോഡിയിൽ ഉണ്ടാവേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ളത് നമ്മൾ കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്താണ് അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ കൊടുത്തിട്ട് കുട്ടികൾ എന്താണ് അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തണം. അതായത് കുട്ടികള് പാഠപുസ്തകത്തിൽ നല്ല ഉദ്ദേശിക്കുന്നത് നമ്മള് ഇവിടെ എന്താണ് പലതരം എക്യുപ്മെന്റ്സിലൂടെ അവരുടെ പല മോട്ടോർ കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് and the opportunity to observe and imitate other children and the opportunity to experience. അതെന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? opportunity to observe and imitate other children and the opportunity to experience. മറ്റുള്ള കുട്ടികളുടെ ചെയ്യുന്നത് കണ്ടുപിടിക്കും, അനുകരിക്കുന്നത്. മറ്റു കുട്ടികളെ അനുകരിക്കാൻ അല്ലെ, അവർ ഒബ്സർവ് ചെയ്യാനും പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ് അവരിനെ അനുകരിച്ച് പ്രവർത്തിക്കാനും. അവർ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെ, അവര് ചെയ്യുന്ന കാര്യങ്ങളെ അവർക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ ആ ഇമിറ്റേഷൻസിലൂടെ അതൊരു എക്സ്പീരിയൻസ് ആക്കി കുട്ടികൾക്ക് അത് മാറ്റാൻ സാധിക്കണം അല്ലെ. ഒബ്സർവ് ചെയ്യാൻ പറ്റണമെങ്കിൽ തന്നെ കുട്ടിക്ക് എന്തുണ്ടായിരിക്കണം? ഒബ്സർവ് ചെയ്യാൻ പറ്റണമെങ്കിൽ തന്നെ കുട്ടിക്ക് എന്തുണ്ടായിരിക്കണം? ഒബ്സർവേഷൻ കപ്പാസിറ്റി. അല്ലെ, ഒബ്സർവ് ചെയ്യാൻ പറ്റണം. ഒരു കാര്യം ചെയ്യുന്നത് കണ്ട് നോക്കി നിന്ന് അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു പാഠമാർഗം ഉണ്ടായിരിക്കണം, കുഞ്ഞിനുണ്ടായിരിക്കണം അല്ലെ. അതാണ് മിനിമം ട്രെൻഡിലേക്ക് കുഞ്ഞ് എത്തിച്ചേരാന്ന് പറയുന്നത്. മാക്സിമം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ്. മിനിമത്തിലേക്ക് എത്തിച്ചേരുന്നത് പല കാര്യങ്ങളും ഇതിൽ ഒബ്സർവേഷൻ അതിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇതേപോലെ ഒരു കാര്യം കണ്ട് ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ ചില കുഞ്ഞുങ്ങൾ എന്താണ് പെട്ടെന്ന് ഗ്രാസ്പിംഗ് പവർ ഉള്ളവരുണ്ട് അല്ലെ. അതൊരൊറ്റ കുറച്ച് സമയത്തേക്ക് നോക്കി അതേപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതോടുകൂടി അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? അത് ചെയ്യാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞത് ഇമിറ്റേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. ഒരിക്കലും ഇമിറ്റേഷനെ നമ്മൾ ഒരിക്കലും തെറ്റായ പ്രവണതയിൽ കാണരുത്. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ പറയും അത് നോക്കി കണ്ടു അല്ലെങ്കിൽ നോക്കി കാണിച്ചു, കോപ്പി അടി എന്നൊക്കെ പറയില്ലേ, അതൊരിക്കലും ഒരു കോപ്പി അടിയായിട്ട് എടുക്കരുത്. അതെന്താണ്? കുഞ്ഞിന്റെ ഒബ്സർവേഷൻ ആണ് അത്. കുഞ്ഞ് എത്രത്തോളം ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അതേപോലെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഓരോ സിനിമയിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഓരോ കലാകാരന്മാരെ പല ആക്ട്രസിനെയൊക്കെ അഭിനയിച്ച് കാണിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മള്, ഈ മിമിക്രി കലാകാരന്മാര്
എന്തുകൊണ്ടാണ് അവർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവരെ അനുകരിക്കാൻ സാധിക്കുന്നത്? അവന് ഒബ്സർവേഷൻ ചെയ്തിട്ട്. ഈ observation ആണ് അല്ലേ? Yes. അതായത് അവരുടെ എല്ലാ അവർ പറയുന്ന ടോണ്, മാനറിസം, അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആ ഒബ്സർവേഷനെയാണ് നമ്മൾ ഇമിറ്റേഷൻ. ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് അത് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ അത്ര പെർഫെക്ഷൻ ഉള്ളവർ കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങള് പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് മറ്റു കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കുമെങ്കിൽ എന്താണ് അവർ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കുട്ടികളിൽ എന്താണ് പലതരം പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ടും അത് കൂടുതൽ അവസരങ്ങൾ നൽകുകയാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ തടയേണ്ടത് ആവശ്യമില്ല. അവൻ ചെയ്യുന്നത് പോലെ നീ ചെയ്യേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പല സന്ദർഭങ്ങളിൽ പറയാറുണ്ട് അല്ലെ? പല അമ്മമാരങ്ങനെ പറയാറുണ്ട്, പല അധ്യാപകരും പറയാറുണ്ട്. പക്ഷെ കുഞ്ഞിന്റെ ഒബ്സർവേഷൻ എത്രത്തോളം പ്രാധാന്യം ഇവിടെ നമ്മൾ ആരും കൊടുക്കുന്നില്ല. ഓക്കെ, എന്ത് ആക്ടിവിറ്റീസ് ആണ്, മോട്ടോർ ഡെവലപ്മെന്റ്സ് മാത്രമല്ല മറ്റെന്ത് തരം ആക്ടിവിറ്റീസ് ആണെങ്കിലും കുട്ടികൾക്ക് നമ്മളെ പോലെ അല്ല, കുറച്ച് ഒബ്സർവേഷൻ പാഠവും കൂടുതലാണ് അല്ലെ? വലുതാകുന്നതിനനുസരിച്ച് വ്യത്യാസം വരുന്നിരുന്നാൽ പോലും എന്താണ് കുഞ്ഞുങ്ങള് എന്തെങ്കിലും ഒരു വസ്തുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കാരെയോ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികള് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് അതേപോലെ തന്നെ അവർ പറയാറുണ്ട് അല്ലെ? അതേ ടോണിൽ അതേ രീതിയിൽ തന്നെ മുത്തശ്ശൻ പറയുന്ന പോലെ തന്നെയാണ് കുഞ്ഞ് പറയുന്നത്. അതിന് പ്രധാന കാരണം കുഞ്ഞിന്റെ ഒബ്സർവേഷൻ ആണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് കുട്ടികളുടെ ഒരു കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തേ മതിയാവും. അത്തരത്തിലുള്ള ഉപകരണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള എല്ലാത്തരം അവസരങ്ങളും അത് പുതിയതൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി അത്തരം അവസരങ്ങൾ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അത് കൊടുത്തേ മതിയാവും. ഓക്കെ, അപ്പൊ മാക്സിമം ടു മിനിമം എന്ന് പറയുമ്പോൾ എന്താണ് കുട്ടിയെ ഒരു പൂർണ്ണമായിട്ടൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്തെത്താനായിട്ട് കുഞ്ഞിനെ സഹായിക്കുന്ന ഒരു ട്രെൻഡ് കൂടിയാണ് എന്താ മാക്സിമം ടു മിനിമം. അതായത് ഏറ്റവും ലാസ്റ്റ് ഘട്ടം, അതായത് നമ്മുടെ എല്ലാ മോട്ടോർ ഫങ്ഷൻസും വികസിച്ചതിന് ശേഷം നമ്മൾ എന്താണ് എല്ലാ കോർഡിനേഷൻസും ലഭിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ട്രെൻഡിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനൊക്കെ കുഞ്ഞ് പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് ഈ ഒരു മാക്സിമം ടു മിനിമം ട്രെൻഡിലാണ്. ഞാൻ പറഞ്ഞിരുന്നു എല്ലാത്തിന്റെയും പേരുകൾ പഠിക്കാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്, സെഫാലോകിയറ്റലും പ്രോക്സിമോ ഡിസ്റ്റലും ആണ് ഒന്ന് ഡെപ്ത് ആയിട്ട് പഠിക്കാനുള്ളത്. ബാക്കി എല്ലാത്തിന്റെയും പേര് പഠിക്കാനും പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് കാണാതെ പറയാൻ പറ്റുമോ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ പേരുകൾ? എത്ര ട്രെൻഡുകൾ ഉണ്ടെന്ന് ഒന്ന് കാണാതെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇത്രയും പഠിച്ചിട്ടില്ലല്ലോ ടീച്ചറെ. പഠിച്ചില്ല മിസ്, അന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ മിസ്, പഠിക്കാൻ പറഞ്ഞു പഠിച്ചില്ല. എങ്കിലും നിങ്ങൾ പേരുകള് ഹാർട്ട് ചെയ്ത് പഠിക്കും, ഒരിക്കലും മാറിപ്പോകരുത് അങ്ങോട്ടും കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ്, സെഫാലോകിയറ്റൽ ട്രെൻഡ്, പ്രോക്സിമോ ഡിസ്റ്റന്റ് ട്രെൻഡ്, ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ആൻഡ് മാക്സിമം ടു മിനിമം. ഓക്കെ, പേരുകള് നല്ല രീതിയിൽ ഓർത്ത് വെക്കാട്ടോ പരീക്ഷയ്ക്ക്. അല്ലെങ്കിൽ അത് സെഫാലോകിയറ്റലും പ്രോക്സിമോ ഡിസ്റ്റന്റ് എന്തായാലും പഠിക്കണം. ഇതിനാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ. എന്നിരുന്നാൽ പോലും ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് പേര് പഠിക്കാൻ പറഞ്ഞത്, ഓരോ ട്രെൻഡ്സിന്റെ പേര് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ചിലപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺസ് ഒക്കെ മാറ്റുകയാണെങ്കിൽ പഴയ രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നിരിക്കും. അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്, അതുകൂടി ഒന്ന് പഠിച്ചേക്കാൻ. ഇനി റോൾ ഓഫ് ദ ടീച്ചർ. കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ അധ്യാപകരുടെ പങ്ക് എന്തൊക്കെയാണ്? അധ്യാപകർ എത്തരത്തിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്? ഓക്കെ, ഓരോന്ന് നോക്കാം. ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് ഓരോ പോയിന്റ്സ്, പക്ഷെ വേണ്ട, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? Children should be motivated to manipulate, handle and use various objects and implements so as to provide sensory activity and eye-hand coordination. എന്താണ് റോൾ ഓഫ് ദ ടീച്ചർ? ആദ്യം വരുന്ന പോയിന്റ്, children should be motivated to manipulate, handle and use various objects and implements so as to provide sensory activity and eye-hand coordinations.
അധ്യാപകര് കുട്ടികളെ ഏത് രീതിയിലാണ് പ്രാപ്തരാക്കേണ്ടത്? വിവിധ വസ്തുക്കളും ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ, പ്രത്യേകിച്ച് സെൻസറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അതായത് വിവിധ തരത്തിലുള്ള വസ്തുക്കളായിക്കോട്ടെ, മറ്റു ഉപകരണങ്ങളായിക്കോട്ടെ, എല്ലാ തരത്തിലും ഇത്തരം ഉപകരണങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ഐ ഹാൻഡ് കോർഡിനേഷൻസ് ആണ് അല്ലെ. ഇവിടെ ഐ ഹാൻഡ് കോർഡിനേഷൻസ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ബെറ്റർ ആയി കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് കുറച്ചും ഈസി ആയിട്ട് നടക്കുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്തരം ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഐ ഹാൻഡ് കോർഡിനേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ഏതാണ്? പേപ്പർ കട്ടിംഗ്. യെസ്, വെരി ഗുഡ്. പേപ്പർ കട്ടിംഗ്, ബോൾ പാസിംഗ്, പാസിംഗ്, ഡ്രോയിങ്, പെയിന്റിംഗ്, കളറിംഗ്. അത് അടുത്ത പോയിന്റ് കിടപ്പുണ്ടല്ലേ. ഓക്കെ, യെസ്. ഇതെല്ലാം തന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അധ്യാപകരെ സംബന്ധിച്ചിട്ടും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? During preschool and primary school days, activities like play work, coloring, tearing, cutting, painting, threading, and swim work should be arranged to attain early motor control and coordination. ഇനി preschool and primary school days കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ക്ലേ വർക്ക്സ് കൊടുക്കുക. ക്ലേ വർക്ക് നല്ല വർക്കാണ് കേട്ടോ, പക്ഷെ നല്ല ക്ലേസ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. ക്ലേ അറിയില്ലേ? ക്ലേ കൊണ്ട് നമുക്ക് പല മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും പല രീതിയിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫിംഗേഴ്സിന്റെ മസിൽസിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ക്ലേ വർക്ക്സ് ആണ്. ഒരുപാട് രീതിയിൽ കുട്ടികളുടെ ഫിംഗേഴ്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. മാക്സിമം ഫ്ലെക്സിബിലിറ്റി ലഭിക്കാൻ പറ്റുന്നത് ക്ലേ വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കൊടുക്കുമ്പോ ഡിഫറെന്റ് കളർ ആയിരിക്കും, ലാസ്റ്റ് എല്ലാം കൂടി ഒരു ബോളായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഡിഫറെന്റ് കളേഴ്സിൽ കൊടുക്കണം ബിഫോർ. അപ്പൊ കളേഴ്സ് കൂടി അവിടെ നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ. പല കളറുകളും പഠിക്കുന്നതോടൊപ്പം തന്നെ പല മെറ്റീരിയൽസ് ഉണ്ടാക്കാനും നിങ്ങൾ പഠിക്കണം. ദെൻ കളറിംഗ്. കളറിംഗ് ഏത് ടൈപ്പ് ഓഫ് കളറിങ്സ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഏത് തീം വേണമെങ്കിലും അതിന് വരാം അല്ലെ. ഇപ്പൊ ബേർഡ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എന്ത് പിക്ചേഴ്സ് നമുക്ക് കളറിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, വെറൈറ്റി കൊടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അല്ലെ. കുറച്ചുകൂടി എങ്ങനെ ചെറിയ പിക്ചേഴ്സ് ആണോ വലിയ പിക്ചേഴ്സ് ആണോ നമ്മൾ കളർ ചെയ്യാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക്? വലിയ പിക്ചേഴ്സ്. ടിയറിംഗ് അല്ലെ. ടിയറിംഗ് സപ്പോർട്ട് ചെയ്യാം. ടിയറിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. കട്ടിങ്, പെയിന്റിങ്, ത്രെഡിങ്. ത്രെഡിങ് എന്താണ്? ത്രെഡിങ് എന്താ? ത്രെഡിങ് അറിയുള്ളൂ അല്ലെ. അല്ലെ, എന്താ ഇവിടെ ത്രെഡിങ് ഉദ്ദേശിക്കുന്നത്? നൂല് കൊണ്ടുള്ള എന്തെങ്കിലും വർക്കാണോ? ത്രെഡിങ് ആൻഡ് സേവിങ് എന്ന് പറയുന്നത് രണ്ടും ഉണ്ട് കേട്ടോ. ത്രെഡിങ് ആൻഡ് സേവിങ് അങ്ങനെ തുന്നുന്നതാണ് അല്ലെ. സൂചി നൂല് കോർക്കുന്ന ആക്ടിവിറ്റീസ്. അതിപ്പോ നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള സൂചികൾ മാത്രമല്ല, ഇപ്പൊ കുഞ്ഞുങ്ങൾ കമ്പിളി മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ക്യാപ്പ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നിങ്ങള് കമ്പിളിയുടെ തുണി വെച്ചിട്ട്. അതൊരു വളഞ്ഞ കൊക്കിയുള്ള ഒരു സൂചിയാണ്. അത് ഒരു അങ്ങനെ എന്താ പറയാ മുറിവേൽക്കുന്ന തരത്തിലുള്ള സൂചിയല്ല അത് അല്ലെ. അത് കുറച്ചും കൂടി സിമ്പിൾ ആണ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോ അതൊക്കെ എന്നാലും ഇച്ചിരി ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്താണ്? അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കുട്ടികളുടെ മോട്ടോർ കൺട്രോളും കോർഡിനേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടി അധ്യാപകര് ക്ലാസ് മുറിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? Organize suitable play activities that will help the children learn motor skill by assembling and construction. Organize suitable play activities that will help the children learn motor skill. Okay, എന്താണ് suitable play activities എന്ന് പറയുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളികളാണ് അല്ലെ. ഗെയിംസ് ആണെങ്കിലും പറയാം നമുക്ക്. പലതരത്തിലുള്ള കളികളിലൂടെ കുഞ്ഞുങ്ങളിൽ എന്തുണ്ടാണ്? മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒരു കൺസ്ട്രക്ഷൻ ഫോം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറെ ഗ്രൂപ്പ് ആയിട്ടുള്ള കളികൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ബോൾ പാസിംഗ് അല്ലാതെ തന്നെ പല ഇരുന്നും ചാടിയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസ് എന്താണ് കസേരകളി കൊച്ചുങ്ങള്. കസേരകളി,
എന്ത് പ്ലേസ് അതിന് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ കുട്ടികൾ എന്താണ് അതെല്ലാം തന്നെ എന്തിനെ സഹായിക്കുന്നതാണ്? മോട്ടോർ കോർഡിനേഷൻസ് ആൻഡ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കും. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. കുട്ടികൾക്ക് ഒരിക്കലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യരുത്. ഏറ്റവും സൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഗെയിംസ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് നല്ല നമുക്ക് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസുകളായിരിക്കണം, കളികളായിരിക്കും നിങ്ങൾക്ക് ചെയ്യിപ്പിക്കേണ്ടത്. Then demonstrate motor skills for beginners. Beginners provide manual guidance to children as it's more fruitful than verbal lessons. Yes, ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ്. എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ആർക്കൊക്കെ വേണ്ടിയിട്ട്? ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ? യെസ്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? നമ്മൾ ഈ ആൽഫബറ്റ് നമ്പർ ചാർട്ട് നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് അത് കാണിച്ചു കൊടുക്കുക അല്ലെ? യെസ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള മാനറിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ വെർബൽ ലെസൺസ്, അതായത് നമ്മൾ ലെക്ചർ ക്ലാസ്സസ് കൊടുക്കുന്നേക്കാൾ കൂടുതൽ അത് കാണിച്ച് ആ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ച് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചു പഠിക്കുന്ന പഠനങ്ങളാണ് ഏറ്റവും, അതായത് നമ്മള് എന്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഫ്രൂട്ട്ഫുൾ ആവാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ വെർബൽ ലെസൺസ്, നമ്മൾ വാക്കാലുള്ള പഠനങ്ങൾ എന്താണ് നമ്മളത് പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളെ റിയലിസ്റ്റിക് മാനറിൽ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ എന്താണ് കുട്ടികൾക്ക് കൂടുതൽ അത് കാണാനും പഠിക്കാനും. ആൽഫബറ്റ് ചാർട്ട്, നമ്പേഴ്സ് ചാർട്ട് അതൊക്കെ അതിൽ വരും മിസ്. ആൽഫബറ്റ് ചാർട്ട്, നമ്പേഴ്സ് ചാർട്ട്. യെസ്, ആൽഫബറ്റ്സ്, നമ്പർ ചാർട്ട്സ് ഒക്കെ നമ്മൾ റിയൽ ആയിട്ട് കാണിച്ചത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് അത് കാണാനായിട്ട് അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള വെർബൽ ലെസൺസിനേക്കാൾ കൂടുതൽ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, then proficiency of motor control relies on constant practice, so facilities should be arranged for the practice of various motor skills. Next വരുന്നത് എന്താണ്? Efficiency of motor control relies on constant practice. നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതിയോ? ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ കുറെ ആക്ടിവിറ്റീസ് മാത്രം കൊടുത്താൽ മോട്ടോർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യോ? ഇല്ല. യെസ്, അതായത് വിവിധ കഴിവുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവർക്ക് എന്ത് കൊടുക്കണം? പ്രാക്ടീസ് കൊടുത്തേ മതിയാവും. യെസ്, എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്ത് കളികളാണെങ്കിലും എന്ത് തരം ഗെയിംസ് ആണെങ്കിൽ പോലും എന്താണ് നമ്മളത് നിരന്തരമായിട്ട് കുട്ടികൾ അത് ചെയ്യാനായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതായത് നമ്മള് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ബോഡി മൂവ്മെന്റ്സിൽ ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? യെസ്, അതായത് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം ഒരു ആക്ടിവിറ്റി ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? അല്ല, ചെയ്ത ആക്ടിവിറ്റീസ് വ്യത്യസ്തമായിട്ടും എങ്ങനെ കൊടുക്കാൻ സാധിക്കണം? ആ കോൺസ്റ്റന്റ് പ്രാക്ടീസ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, പിന്നെ ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി വിത്ത് സ്ട്രോങ് മോട്ടിവേഷൻ ലീഡ്സ് ടു സ്പീഡി മോട്ടോർ ഡെവലപ്മെന്റ്, സോ ഗീവ് സഫിഷ്യന്റ് ആൻഡ് ആപ്റ്റ് മോട്ടിവേഷൻ ടു ദി ചിൽഡ്രൻ. നമ്മള് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കളികളൊക്കെ കളിക്കുമ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അല്ലെ? യെസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ നമ്മള് അതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ അവർക്ക് വേറൊരു ബിഹേവിയർ ആണ് അല്ലെ? ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തോളൂ മറ്റൊരാൾ ചെയ്തോ എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളിൽ തന്നെ ഫോം ചെയ്യും. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ആക്ടിവിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? തനിച്ചായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കണം. സ്വതന്ത്രമായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും അല്ലെ? ഒരു ബോഡി മൂവ്മെന്റ്സ് ഒറ്റയ്ക്കായിട്ട് എന്താണ് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതൊരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ്. കുട്ടികളെ അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യം സ്വതന്ത്രമായിട്ട് അവൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് കൂടുതൽ മോട്ടിവേഷൻ കൊടുക്കും. അവരെ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും ചെയ്യാനായിട്ട് അല്ലെ? ടീച്ചർ ഇപ്പൊ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് തന്നെയാണ്. പോയി കുഞ്ഞ് എന്ത് ചെയ്താലും അതിനൊരു എന്താ പറയാ ഒരു കോംപ്ലിമെന്റ് കൊടുക്കുക. വെരി ഗുഡ്, ഗുഡ് സ്റ്റാർ അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിലാണ് ഏത് ഭാഷയിലാണെങ്കിൽ എന്താണ് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു പടം വരച്ചാൽ പോലും എന്താണ് നന്നായിട്ടുണ്ട് മോനെ, വെരി ഗുഡ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, യെസ്. അപ്പൊ പ്രത്യേകിച്ച് എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് മോട്ടിവേഷൻ കൊടുക്കും, കൂടുതൽ മോട്ടിവേഷൻസ് കൊടുക്കുക. അപ്പൊ ഇത്തരം സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ മോട്ടോർ വികസനത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതിനാൽ നമ്മൾ മതിയായ രീതിയിൽ മോട്ടിവേഷൻസ് കൊടുക്കുന്നത് വഴി കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ്സ് കൂടുതൽ ചെയ്യാനായിട്ട് അവർ തന്നെ പ്രാപ്തരായിരിക്കും. ഓക്കെ,
യെസ്, അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം വേണ്ടത് ക്ലാസ് മുറികളിൽ. ദെൻ give normal supervision, balanced guidance and constructive criticism. എന്താണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്? give normal supervision, balanced guidance and constructive criticism. എന്താ ചെയ്യേണ്ടത്? ഇവിടെ കുട്ടികളൊന്ന് സൂപ്പർവൈസ് ചെയ്യണം. അവർ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അവരുടെ കൂടെ നമ്മൾ അതൊന്ന് മേൽനോട്ടം വയ്ക്കുക. സൂപ്പർവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവരൊന്ന് ഗൈഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതായത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് ബാലൻസ്ഡ് ആയിട്ടുള്ള മാനറിലായിരിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കരുത്. അവരുടേതായിട്ട് അവരുടെ ആസ്പെക്റ്റിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെയ്യണം. എന്നാൽ പോലെ എന്താണ് നമ്മളത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേഷൻസ് മാത്രമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. മോട്ടിവേഷൻസ് മാത്രം കൊടുത്തിട്ടുള്ള കുട്ടികൾ വഷളായി പോകും അല്ലെ? ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റണം അല്ലെ? ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ശരിയല്ലെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്രിയാത്മകമായിട്ട് നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യണം. മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറയണം. നോ പറയണം കേട്ടോ. ടീച്ചേഴ്സിന് നോ പറയാം അല്ലെ? ചെയ്യരുതെന്ന് കുട്ടികൾക്ക്, അതായത് ഡൂസ് ഓർ ഡോട്ട്സ് എന്ന് പറയില്ലേ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, ഇനി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് തിരുത്താനും പറ്റണം. ഓക്കെ, യെസ്, അതുകൂടി ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമ്മള് ബോഡി ഡെവലപ്മെന്റ്സിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൊടുക്കുന്ന പോയിന്റ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു മാർഗനിർദ്ദേശവും നല്ലൊരു വിമർശനവും കുഞ്ഞിന് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ നല്ലൊരു അധ്യാപകന്റെ പ്രധാന റോൾസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം, എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുക. പ്രത്യേകിച്ച് പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ ഏജസിൽ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, പ്ലേ വർക്ക്സ് മുതൽ മോട്ടോർ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പല വർക്ക്സുകൾ, കട്ടിങ്, പെയിന്റിങ്, ത്രെഡിങ് ആൻഡ് സ്ലൈവിംഗ് ആയിട്ടുള്ള അത്തരം വർക്ക്സുകൾ ഉൾപ്പെടുത്തുക. പിന്നെന്താണ്? ഓർഗനൈസിംഗ് സ്യൂട്ടബിൾ പ്ലേ ആക്ടിവിറ്റീസ്, അവർക്ക് സൂട്ടബിൾ ആവുന്ന പ്ലേ ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? ഡെമോൺസ്ട്രേറ്റ് മോട്ടോർ സ്കിൽസ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള അവസരങ്ങളായിരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, വെർബൽ ലെസൺസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ആ ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും കൊടുക്കുക അല്ലെ? യെസ്, പിന്നെന്താണ്? പ്രൊഫഷൻസ് ഓഫ് മോട്ടോർ കൺട്രോൾസ് റിലേസ് ഓൺ കോൺസ്റ്റന്റ് പ്രാക്ടീസ്. നമ്മള് കുട്ടികൾ വിവിധതരം കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞിനത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് അത് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്തതോടൊപ്പം കുട്ടിക്ക് എന്താണ് നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുത്തിട്ട് അവനെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രാപ്തരാക്കുക. അതോടൊപ്പം തന്നെ എന്താണ്? നോർമൽ ആയിട്ടുള്ള സൂപ്പർവിഷൻ കൊടുക്കുക. അവരുടെ നല്ല രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ആവശ്യഘട്ടങ്ങളിൽ അവർക്ക് എന്താണ് അനുവദനീയമായിട്ടുള്ള ക്രിറ്റിസിസം നമുക്ക് കൊടുക്കാവുന്നതാണ്, വിമർശനങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത്തരം കാര്യങ്ങള് അധ്യാപകർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് റോൾ ഓഫ് ദ ടീച്ചർ ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. റോൾ ഓഫ് ദ ടീച്ചർ എന്തെങ്കിലും മനസ്സിലാവത്തുണ്ടോ? മനസ്സിലായി മാം. അപ്പോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ നിങ്ങൾക്ക്? ഇല്ല മാം. എല്ലാവരും പാർട്ട് 1 തന്നെ നിൽക്കാണോ? അതെ അതെ അതെ. യൂണിറ്റ് 3 നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോഷ്യോ അവിടെ നിൽക്കട്ടെ. എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഇമോഷൻ, വാട്ട് ഈസ് ഇമോഷൻ? മാനസികാരോഗ്യം, മാനസികപരമായ വികാരങ്ങൾ. എന്റെ അമ്മേ, വലിയ വാക്കുകളത്. വികസനം. വികസനം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? അതേ ഉള്ളൂ. അതെ, ഇമോഷന്റെ ഒരു ബഹളമാണ് ടീച്ചറെ.
ഇമോഷൻ നിയന്ത്രിക്കാൻ അറിയാമോ? ഇല്ല. ദേഷ്യം ചില വന്നാൽ സമയത്ത് കൺട്രോൾ പോകും. കൺട്രോൾ ഉണ്ട്. ലിംഷിക്ക് ദേഷ്യം നല്ലോണം വരാറുണ്ടോ? വരാറുണ്ട്. ഞാൻ ഷോർട്ട് ടെമ്പേർഡാ. ഷോർട്ട് ടെമ്പേർഡ് ആവും. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇപ്പൊ കുറച്ച് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയണ മാതിരി നമ്മൾ ആദ്യം വായിൽ വരുന്നത് പറയാതിരിക്കുക, രണ്ടാമതും വരുന്നതും പറയരുത്, മൂന്നാമത് വരുന്നത് മാത്രമേ പറയാവൂ ചിന്തിച്ചിട്ട്. നല്ല കാര്യം, നല്ലൊരു ടോക്കാണ് പറഞ്ഞത്. അത് വരുന്ന കാലപ്പോ മിണ്ടാതിരിക്കുക, പിന്നീട് നമ്മുടെ മനസ്സിൽ വരും അത് മിണ്ടാതിരിക്കുക. മൂന്നാമത് എന്നാലും പറയണോ? മൂന്നാമത് വരുന്നത് ചിന്തിച്ചിട്ട് പറയാതെ പറഞ്ഞാൽ ഓക്കെ ആണോ ചിന്തിച്ചിട്ട് പറയാം. ഒന്നും രണ്ടും ചിന്തിക്കുന്ന സമയത്ത്, ഒന്നും രണ്ടും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് അവിടെ വരുന്നത്. പക്ഷെ നമ്മൾ പലരും ചെയ്യാറുണ്ടോ? നമ്മള് സെക്കൻഡ്സ് നമുക്ക് പൊട്ടിത്തെറിക്കാൻ പറ്റും അല്ലെ? അതെ. പ്രത്യേകിച്ച് പീരീഡ് സമയത്തൊക്കെ ഒന്നും നമ്മൾ നോക്കണ്ട, നമ്മള് മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആണ് അല്ലെ? ഇമോഷണലി ഭയങ്കരമായിട്ട് ശരിക്കും ഒരു സ്ത്രീയുടെ ലൈഫ് നോക്കിയാല് നമ്മൾ ഒരു മാസ കാര്യം എടുത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പേഴ്സണലാണെങ്കിലും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് മൈൻഡില് അല്ലെങ്കിൽ എന്താ പറയാ പല പല ഇമോഷണൽ വേരിയേഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, യെസ്. ഏതാണ്ട് കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, വളരെ കുറച്ച് സമയങ്ങളില്. അല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണോ അങ്ങനെ ആയിപ്പോയി, ഒരു ക്രിയേഷൻ അങ്ങനെയാണ്. പക്ഷെ എല്ലാവരും പറയുന്നില്ല കേട്ടോ, ഇതൊന്നുമില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. വളരെ ഹാപ്പിനെസ്, അത് കുറെ ലൈഫൊക്കെ കണ്ടവരായിരിക്കാം, അവരുടെ ലൈഫ് മനസ്സിലാക്കിയവരായിരിക്കാം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചവരായിരിക്കാം അത്തരത്തിൽ പോകുന്നത്. എന്നിരുന്നാൽ പോലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, പല ഇമോഷൻസിനെ വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ്സിൽ ഏറ്റവും ഉന്നതയിൽ എത്തുന്നത് സ്ത്രീകളാണെന്ന്. അതായത് നമ്മുടെ ശരീരത്തിലെ ന്യൂന്യമായ ഇമോഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പുരുഷന്മാര് കേൾക്കുകയാണെങ്കിൽ പറയുമോ ടീച്ചർ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ മാത്രമല്ല പറയുന്നല്ലേ, അവർക്കുണ്ട്, അവരുടെ ഇമോഷൻസ് വേറെയാണ്, നമ്മുടെ ഇമോഷൻസ് വേറെയാണ്. രണ്ടിനും ഒരേപോലെ നമ്മൾ പരിഗണന കൊടുക്കുന്നുണ്ട് അല്ലെ? പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾക്കാണ് ഇമോഷണലി നമ്മളാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളവര്. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇതിനെ? സമ്മതിക്കുന്നു. അതെ, സാഹചര്യങ്ങൾ വെച്ച് പറ്റും അല്ലേ? ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും സ്ത്രീകൾക്ക്. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മൾ മിക്കപ്പോഴും ഇമോഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും സ്ത്രീകൾ എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. തെറ്റാണ്. നമുക്ക് എപ്പോഴും വിഷമം വരുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കുന്നത്. വിഷമഘട്ടങ്ങൾ വരുമ്പോ അത് പക്ഷെ ചില സമയത്ത് ഫേക്ക് ആയി പോവാറുണ്ട് നമ്മുടെ തീരുമാനം. വിഷമം വരുമ്പോ ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് പറയും, പക്ഷെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ആവും. നമ്മള് വിഷമിച്ചിരിക്കുമ്പോഴും ഏറ്റവും സന്തോഷിച്ചിരിക്കുമ്പോഴും ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോഴും ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുതെന്നാണ് പറയുന്നത്. വെരി ഗുഡ്. ശരിയാണ്, ഓരോരുത്തർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? പക്ഷെ അത് നമ്മള് പലരും അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ഈ രണ്ട് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചു കൊടുക്കുന്നത് തന്നെ. ഇനി അങ്ങനെ പാടില്ല, ഇനി ഇങ്ങനെ പാടുള്ളൂ നമുക്ക് തീരുമാനിക്കുന്നത് നമ്മൾ ഇത്ര സന്തോഷവും സങ്കടവും വരുമ്പോഴാണ്. വിഷമിച്ചിരുന്ന സമയത്താണ് ഈ കോഴ്സിൽ ചേരാൻ തീരുമാനിച്ചത് തന്നെ വിഷമിച്ചിരുന്ന സമയത്താണ്. ആണോ? അയ്യോ, എന്നിട്ട് ഇപ്പൊ എന്തായത്? അൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ്സിലേക്ക് കയറുമ്പോ? ഇല്ലല്ലോ, കേട്ടില്ല. ഇപ്പൊ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അപ്പൊ നമ്മളോട് ജിഷ മിസ് പറയാറുണ്ട്, ഈ മോണ്ടിസോറി ബാച്ച് അല്ലെങ്കിൽ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ അറിയാതെ ഒരു ഇമോഷണൽ കണക്ഷൻസ് വരും. എങ്ങനെയാണെന്ന് അറിയില്ല, അത് വരും. അതെങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, വരുന്നതാണ്. അത് ചിലപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ വരില്ല, രണ്ടാമത്തെ ക്ലാസ്സിൽ വരില്ല, പോകെ എങ്ങനെയൊക്കെയോ നമ്മൾ കണക്റ്റഡ് ആവും.
അങ്ങനെയാണ്. അത് ശരിയാണ്. ടീച്ചർ ഇപ്പോഴാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മളത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും അത് ഇമോഷണൽ കണക്ഷൻ ഉള്ളതിലാണ് ശരിക്കും പറഞ്ഞ ഒരു വാല്യൂ ഉള്ളത്. അല്ലാത്തതൊക്കെ വെറുതെ ആർട്ടിഫിഷ്യൽ ആണ്. ഇമോഷണലി പലരും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലൈഫിൽ ഏറ്റവും കുറച്ച് നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നമുക്ക്. അതാണ് വേണ്ടത്. നമ്മളും മറ്റുള്ളവർക്ക് അങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആവാനും പറ്റണം. നമ്മളെ കൊണ്ട് യൂസ്ഫുൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവും. യൂസ് ചെയ്യാന്നല്ല പറയുന്നത്. നമ്മളെ കാണുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? അങ്ങനെ കുറെ ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ? നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രം മതിയോ? നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേണ്ടേ? വേണം. അങ്ങനെയും കൂടി വേണം. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? യെസ്, നമുക്ക് ഒരുപാട് പേര് ഇഷ്ടമായിരിക്കാം. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളെയും ഇഷ്ടപ്പെടുന്നത് എന്താ ഉറപ്പ്? അറിയില്ല അല്ലെ? നമ്മൾ പക്ഷെ ഞാൻ പല ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില കുട്ടികളൊന്നും സംസാരിക്കില്ല. പക്ഷെ കോൺവെക്കേഷൻ വരുമ്പോ ഒരുപാട് സംസാരിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയും. ടീച്ചറെ, ഞാൻ ക്ലാസ്സിൽ സംസാരിച്ചില്ല, എനിക്ക് ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ക്ലാസ് അങ്ങനെയായിരുന്നു, ക്ലാസ്സിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഞാൻ അവിടെ വന്നിട്ട് പറയും. അപ്പൊ നമ്മൾ ഈ ആളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ആള് സംസാരിക്കില്ല എന്ന് പറയില്ലായിരുന്നു. പക്ഷെ ആള് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് കണ്ടോ? അതൊക്കെ അങ്ങനെയുള്ള ഒരു ഭാഗ്യവുമാണ്. എന്നാ പോലെ ആ കുട്ടിക്ക് അത് പറയാൻ പറ്റുന്നതാണ്. അങ്ങനെ വ്യത്യസ്ത ആളുകളുടെ ഇടയിലാണ് നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് അല്ല, കുഞ്ഞുങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ? ഓക്കെ, ഒരു ഇൻട്രോ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു നോക്കാം കേട്ടോ. യെസ്, എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ്? Emotions are especially severe during early childhood. This is a time of disequilibrium when children are not focused in the scene, that they are simply aroused to emotional eruptions. The severe emotionally in childhood is identified by temper, tantrum, intense fear, and unreasonable outbursts of jealousy. ഓക്കെ, ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഡെഫിനേഷൻ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കുട്ടികളില്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ നമ്മള് അവിടെ നിൽക്കട്ടെ, കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആണോ? കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളൊരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുന്നിലേക്ക് ഒരു ഐസ്ക്രീം കാണിച്ചു, അപ്പൊ തന്നെ എന്താവും? കരച്ചില് മാറും. കരച്ചില് മാറി. ദെൻ അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുമ്പിൽ ഒന്ന് ഒച്ച വെച്ചാൽ അപ്പൊ തന്നെ എന്താണ്? കുഞ്ഞ് കരയും. അപ്പൊ തന്നെ കരയും, കുട്ടി കരയും. യെസ്, എന്താണ്? അവർക്ക് ഇമോഷൻസ് ടെമ്പററി ആണ്. പെർമനൻസ് ഇമോഷൻസ് അല്ല അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ? അതായത് അവർക്ക് എപ്പോഴും ഇമോഷൻസ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് എന്താണ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ആ കുഞ്ഞുങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത്. ഒരിക്കലും എന്താണ്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇറപ്ഷൻസ് ഇമോഷണൽ ഇറപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമോഷണൽ ആയിട്ടുള്ള പൊട്ടിത്തെറികൾ, അതായത് വൈകാരികമായിട്ടുള്ള പൊട്ടിത്തെറികൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊട്ടിത്തെറിക്കും കുഞ്ഞുങ്ങള്. അങ്ങനെ എന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, ചില കുഞ്ഞുങ്ങൾ ചില സമയം ഭയങ്കരമായിട്ട് വൈലന്റ് ആവും, അതേസമയം പൊട്ടിച്ചിരിക്കുന്നതും അതേപോലെ തന്നെയായിരിക്കും അല്ലെ? ഭയങ്കര അലറി കരയാറുണ്ട്, അതേപോലെ തന്നെ അലറി സന്തോഷിക്കാറുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് ടൈമിലാണ് കുഞ്ഞുങ്ങളിൽ ഇത്തരത്തിൽ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ട് കാണപ്പെടുന്നത്. കഠിനമായിട്ടുള്ള ഇമോഷൻസ് കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു കുഞ്ഞു ടൈമിലാണ് അല്ലെ? എനിക്ക് തോന്നുന്നു 3 to 6 years കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമോഷൻസ് കുറച്ച് കഠിനമായ രീതിയിലാണ് അല്ലെ? പിന്നെ മാത്രമല്ല, കുഞ്ഞുങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് ആണെന്ന് പറയാൻ കാരണം? സെൻസിറ്റീവ് ആണെന്ന് പറയുന്നത് എന്താ? കുഞ്ഞുങ്ങള് പെട്ടെന്ന് റിയാക്ട് പെട്ടെന്ന് അവരുടെ ഇമോഷൻ ഫീൽ ഇപ്പൊ ഈ ഒരു സമയത്താണ് കുട്ടികൾ ഇമോഷണലി കുറെ ഡിസ്റ്റർബഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് വികാരങ്ങൾ, അതായത് രണ്ട് വികാരമല്ല, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്. സങ്കടത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഇമോഷണൽ ഒളിപ്പിച്ചു വെക്കുന്നതിൽ കുട്ടികൾ നല്ല മിടുക്കരാണ്. പക്ഷെ എങ്ങനെ ഒളിപ്പിച്ചു വെച്ചാലും എങ്ങനെ ഹൈഡ് ചെയ്താലും അതൊക്കെ പുറത്തേക്ക് വരും. കരയാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലെ? ചില കുഞ്ഞുങ്ങൾ എന്താണ് വിങ്ങി പൊട്ടി ഇങ്ങനെ നിൽക്കും, കരയാൻ പറ്റാതെ അല്ലെ? കരയാൻ പറ്റാതെ ഉള്ളിലൊരു വിഷമമുണ്ട്, അതിങ്ങനെ പറയാൻ പറ്റാതെ ഇങ്ങനെ വിങ്ങി പൊട്ടി ഇമോഷൻ ഹൈഡ് ചെയ്യാൻ നോക്കും. ഹൈഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല കുഞ്ഞെന്തോ കരയാൻ വേണ്ടിയാണ് നിൽക്കുന്നതാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിലേക്ക്
പുറപ്പെട്ടു വരും അല്ലെ. അതായത് ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കും, ടെൻഷൻ വരുമ്പോൾ നഖം കടിക്കും, അല്ലെങ്കിൽ എന്താണ് കണ്ണുകൾ ഇങ്ങനെ തുളുമ്പി നിൽക്കണ്ടാവും, കണ്ണ് നിറഞ്ഞു നിൽക്കണ്ടാവും, അല്ലെങ്കിൽ ഏങ്ങും അല്ലെ, ഇങ്ങനെ തേങ്ങി കരയാന്നൊക്കെ പറയില്ല നമ്മള്, തേങ്ങുള്ളൂ, കണ്ണീര് വരില്ല. പക്ഷെ അവരുടെ മാനറിസം കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, കുഞ്ഞിന് എന്തോ ഇമോഷണലി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവര് ഹൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണ്, ഇതേപോലെ ചിലപ്പോൾ ഫേസ് മാറും, കണ്ണിൽ എന്താണ് കണ്ണുനീരിങ്ങനെ വന്ന് നിൽക്കും, ചിലപ്പോൾ ഇങ്ങനെ കുടുകൂടാന്ന് വീഴുന്നുണ്ടാവും, പക്ഷെ കരയുന്നുണ്ടാവില്ല അല്ലെ. അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇമോഷണൽ, അത് അവരുടെ ഓരോ ഇമോഷൻസിന്റെ കാലഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചൈൽഡ്ഹുഡ് പീരീഡിലാണ് കുട്ടികളെ ഏറ്റവും കഠിനമായിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേഷ്യപ്പെടുമ്പോൾ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, ഭയങ്കരമായിട്ട് ടെമ്പർ ആൻഡ് ടാൻട്രംസ്, പക്ഷെ അമിതമായിട്ടുള്ള ദേഷ്യം. അതേപോലെ തന്നെ സെയിം സിറ്റുവേഷൻ, ഇന്റൻസ് ഫിയർ. ഫിയർ എന്താണ്, ഇന്റൻസ് ആയിട്ടുള്ള ഫിയർ എന്ന് പറയുന്നത് പേടി പെട്ടെന്നുള്ള ഒരു പേര്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ഭയം, അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, അതായത് ഒരു കുട്ടികളിലെ പല ഫ്ലക്ച്വേഷൻസിലാണ് ഈ വികാരങ്ങൾ പോയിട്ടുണ്ട്. ദേഷ്യമാണെങ്കിൽ, സങ്കടമാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പേടിയാണെങ്കിൽ, എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഇമോഷന്റെ വികാരങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളിൽ രൂപപ്പെട്ടു വരുന്നത്. അതിന്റെ ഏറ്റവും നമ്മുടെ ചൈൽഡ്ഹുഡ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള വികാരങ്ങൾ രൂപപ്പെടുന്നത്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് ദിസ് ടൈം ഓഫ് ഡിസിക്ലിബ്രിയം. ഡിസിക്ലിബ്രിയം എന്ന് വെച്ചാൽ, ഇക്ലിബ്രിയം എന്ന് വെച്ചാൽ എന്താ, ഇക്ലിബ്രിയം സന്തുലിതാവസ്ഥ. ഡിസിക്ലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അസന്തുലിതാവസ്ഥ. ഇമോഷൻസ് സന്തുലിതമല്ല, ഇക്ലിബ്രിയം അല്ല. എങ്ങനെയാണ്, ഡിസിക്ലിബ്രിയമാണ്. ആരിലാണെങ്കിലും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് സ്റ്റേബിൾ അല്ല. എന്താണ്, ഇമോഷണൽ കുഞ്ഞുങ്ങൾ എപ്പോഴും സ്റ്റേബിൾ അല്ല. അതെപ്പോഴും എന്താണ്, അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും ടെമ്പററി ആണെന്ന് പറയുന്നത്. ഇമോഷൻസ് ആർ ടെമ്പററി. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമോഷൻസിനെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കരയുന്ന കുഞ്ഞിന് പെട്ടെന്ന് തന്നെ ചിരിക്കാനും, ചിരിക്കുന്ന കുഞ്ഞിന് പെട്ടെന്ന് തന്നെ കരയാനും, അതുപോലെ തന്നെ ദേഷ്യപ്പെടാനും, പേടിക്കാനും എല്ലാം കഴിയുന്നുണ്ട് അല്ലെ. ഓക്കെ, ഒരു മിനിറ്റ്. ഒരൊറ്റ മിനിറ്റ്, ഇപ്പൊ വരാട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഇമോഷൻ ഏതൊക്കെ ഭാഗമായിട്ടാണ് രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അമിതമായിട്ടുള്ള ദേഷ്യപ്പെടൽ, അല്ലെങ്കിൽ ഇന്റൻസീവ് അമിതമായിട്ടുള്ള ഭയം, അതേപോലെ തന്നെ അൺറീസണബിൾ ഔട്ട്ബർഡ്സ് ഓഫ് ജലസി. നമുക്ക് കുട്ടികളിൽ ജലസി ഉണ്ടാവുന്നത് എപ്പോഴാണ്, അസൂയ ഉണ്ടാവുന്നത്. അസൂയ ഉണ്ടാവില്ലേ, അസൂയ മൂലം ഇമോഷൻസ് വരാറില്ല കുട്ടികൾക്ക്. പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങള് വരാറുണ്ടോ? ഒരാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് മറ്റുള്ള ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാനാകുമ്പോ ഓക്കെ, അതിപ്പോ കുട്ടികളോട് മാത്രമല്ല, അച്ഛനും അമ്മയോടും ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഏതെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്താൽ പോലും എന്താണ്, കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അത് ഒരു അസൂയ ഉണ്ടാവാനുള്ള സാധ്യത. അത് റീസണബിൾ, ചിലപ്പോൾ റീസൺ പോലും ഉണ്ടാവില്ല അല്ലെ. അസൂയ എന്ന് പറയുന്നത് എന്താണ്, അസൂയ ഒരു ഇമോഷൻ ആയിട്ട് നിൽക്കുന്ന കാര്യമില്ല. ഇമോഷൻ അല്ല, അതൊരു തരം എന്താ പറയാ, നമ്മൾ ചിന്തിക്കുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. ഈ നമ്മുടെ ഈഗോ ഒക്കെ പോലെ രൂപപ്പെടുന്ന ഒരു സാധനമാണ് അത്. ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളിലൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് എന്തായിരിക്കും അങ്ങനെ
അസൂയ പോലും പെട്ടെന്ന് പൊട്ടത്തെറിക്കും. എനിക്ക് അത് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവനോട് അങ്ങനെ കാണിച്ചു ഇവനോട് ഇങ്ങനെ കാണിച്ചു എന്നൊത്ത് ആ ഒരു ദേഷ്യമാണ് അവിടെ കാണിക്കുന്നത്. ശരിക്കും അസൂയ എന്ന് ഉദ്ദേശിക്കുന്ന ദേഷ്യത്തിന്റെ വേറൊരു ഭാവമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് കുഞ്ഞുങ്ങളിൽ എന്ത് സംഭവിക്കുന്നത്, ഇമോഷൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജസ് കഴിയുന്നതിനനുസരിച്ച് എന്താണ് ഇതേ ഇമോഷൻ തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചൈൽഡ്ഹുഡിലെ ഇമോഷൻസ് ആണോ ഇനി അടുത്ത സ്റ്റേജിൽ കൈകാര്യം ചെയ്യുന്നത്? ആണോ? ഒരു കാലഘട്ടം കഴിയും തോറും എന്താണ് നമ്മള് ഇമോഷണലി ഇപ്പൊ പെർമനന്റ് അല്ലാത്ത ഇമോഷൻസ് മാറും, സ്റ്റേബിൾ ആയി മാറും അല്ലെ? അങ്ങനെയാണ് നമ്മളിൽ ഇത്തരം ഈ വികാരങ്ങളൊക്കെ രൂപപ്പെട്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുന്നത്. ചിലവർക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ചിലവർ എന്താണ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അവർക്ക് ഇമോഷണൽ ബാലൻസ് ചെയ്യാൻ അറിയാൻ പറ്റാത്ത രണ്ട് കാറ്റഗറീസ് നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ബാലൻസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. രണ്ട് കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവരുണ്ട്, രണ്ട് രീതിയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതിൽ ഏതാണ്? ബാലൻസ് ചെയ്യാൻ പറ്റുന്നവരാണോ അല്ലാത്തവരാണോ? ബാലൻസ് ചെയ്യാൻ പറ്റുന്നവരാ. ബാലൻസ് ചെയ്യാൻ പറ്റും. ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബാലൻസിന്റെ ഒരു കപ്പാസിറ്റി കൂടുന്നുണ്ടോ? ആണോ? പറയും മെച്യൂർ ആയെന്ന് പറയും അല്ലെ? മെച്യൂർ ആവുമ്പോ നമുക്ക് മെച്യൂരിറ്റി കൂടുമ്പോൾ നമുക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ബാലൻസ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ പ്രധാന ഭാഗം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഈ എക്സ്പീരിയൻസിലൂടെയാണ് ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ പഠിച്ചത്. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നു അല്ലെ? ഏതൊക്കെ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിച്ച് നമ്മള് എന്റെ ഇമോഷൻസിനാണ് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ ആയിട്ട് മാറാണ്. സാഹചര്യങ്ങളും അനുഭവങ്ങളാണ് നമ്മളുടെ ഇമോഷണലി നമ്മൾ സ്റ്റേബിൾ ആക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല അല്ലെ? ചില ക്ലാസ്സിലെ കുട്ടികൾ ഒരു റിയാക്ഷനും കാണിക്കാതിരിക്കുമ്പോ ടീച്ചർക്ക് കൂടുതൽ ദേഷ്യം വരുന്നു. ചില കുട്ടികള് അടിക്കുമ്പോ അവര് ഒരു റിയാക്ഷനും ഇല്ല, അപ്പൊ കൂടുതൽ അടി കൊടുക്കും. ശരിയാണ്, അതൊക്കെ ഡിപ്പെൻഡന്റ് സിറ്റുവേഷൻ ആണ് അല്ലെ? നിങ്ങൾ ആരെയും പോയി അടിക്കൊന്നും ചെയ്തിട്ട് നിങ്ങളെ എന്ത് തക്കിട തരികട കാണിച്ചാൽ പോലും എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് ഇരുത്താനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ എനിക്ക് കുട്ടിയുള്ള കുട്ടികള് ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട്, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ട്. അപ്പൊ ചിലവര് കയറിയിട്ട് ക്ലാസ്സിൽ കയറി പറയുന്നുണ്ട്, ടീച്ചറെ ബി എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലെ പിള്ളേരെ ഒരു രക്ഷയില്ല, തല്ലാനായിട്ട് എന്റെ മനസ്സ് പല പ്രാവശ്യം അനുവദിക്കുന്നുണ്ട്, പക്ഷെ ജനയില്ല ടീച്ചറെ, അത്രയും ബഹളമാണ് ക്ലാസ്സിൽ. എയും സിയും കുഴപ്പമില്ല, ബിയിലെ പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ എല്ലാ ഇമോഷണൽ ഡെവലപ്മെന്റ്സ് ഒക്കെ പോയി എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ കയറി പറഞ്ഞു ആള്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും ഒക്കെ റെഡിയാക്കി നമുക്ക് തന്നെ പറ്റുന്നല്ലേ, നമ്മൾ അധ്യാപകരായി പോയില്ലേ, നമ്മൾ എന്നത് വിചാരിച്ച് മാറ്റിയെടുക്കണം അല്ലെ? ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന പിള്ളേർ തന്നെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാട്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോ അറിയാം ബാക്കിയുള്ള വിവരങ്ങൾ എങ്ങനെയാണെന്ന്. നമ്മുടെ കുട്ടികൾ തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു 10-45 ദിവസത്തിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അതിന് പറ്റണം അല്ലെ? ഞാൻ പഠിപ്പിച്ചിരുന്ന ക്ലാസ്സിൽ 50 പേരുണ്ടായിരുന്നു. 50 പേര്. ഞങ്ങൾ മാനേജ് വെക്കാം. ഒന്നാമത് എനിക്ക് ശബ്ദം വളരെ കുറവായിരുന്നു. ആ ക്ലാസ് മാനേജ് ചെയ്ത് പോകാൻ വിട്ട പാടെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെറിയ കുട്ടികളല്ലോ, 10ാം ക്ലാസ്സിലെ കാര്യം പറയുന്നത്. ഞാൻ ഒരു 4 വർഷവും 10th-ലാണ് പഠിപ്പിച്ചിരുന്നത്. അടുത്ത കാര്യമാണ്. അപ്പൊ 50 പേരുണ്ട് ക്ലാസ്സിൽ. 50 പേര് 50 കാറ്റഗറീസ്. പക്ഷെ അതിൽ ഏറ്റവും നല്ല കുട്ടികൾ ആൺകുട്ടികളായിരുന്നു. പെൺപിള്ളേരെ പറ്റി എനിക്കൊരു യാതൊരു അഭിപ്രായവും ഇല്ല. ആൺകുട്ടികളെ ഇത്ര സ്നേഹമുള്ള ആൺപിള്ളേരെ കണ്ടിട്ടില്ല. എന്ത് സ്നേഹമുള്ള കുട്ടികളാണെന്ന് അറിയോ? അതാണ് ഇപ്പൊ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് വിളിക്കും. അതായത് അത് അവരുടെ അച്ഛനമ്മമാരെയാണ് ഞാൻ പറയുന്നത്. അത്രയും നല്ല കുട്ടികൾ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ആൺപിള്ളേർ അങ്ങനെയൊക്കെ ഒരേപോലെ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര പ്രേതാണ്. ഓക്കെ, അതും ഒരു അഡോൾസന്റ് ഏജ് ആണല്ലേ, ബാല്യകാലത്തിലെ കുട്ടികളാണ്. അവര് കുറെ ഇമോഷൻസിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ആവുന്ന സമയം കൂടിയാണ് കുട്ടികൾ അല്ലെ? പക്ഷെ പെൺകുട്ടികളോട് എനിക്കൊരു താല്പര്യം തോന്നാന്ന് വെച്ചാൽ അവര് എന്തിനും ഏതിനും ഈ എന്താ പറയാ തറുതല പറയാന്നൊക്കെ പറയില്ല നമ്മള്, അങ്ങനത്തെ ഒരു ടൈപ്പ്. അങ്ങനത്തെ ഒരു ടൈപ്പ്. ചില കുട്ടികൾ മാത്രമില്ല, എല്ലാ പെൺകുട്ടികളും പറയുന്നില്ല, എങ്കിലും 50 പേരിൽ 25 പേരും ആൺകുട്ടികളായിരുന്നു. 28 പേര് ആൺകുട്ടികളായിരുന്നു. ബാക്കി അതിൽ 5 പെൺകുട്ടികൾ മാത്രം വലിയ കുഴപ്പമില്ലായിരുന്നു. ബാക്കി നിങ്ങൾ ആലോചിച്ചിട്ട് 28 ആൺപിള്ളേരെ കുറിച്ചിട്ടും വേറൊരു പ്രശ്നം ഇല്ലാന്ന് വിചാരിക്കാൻ.
അതിലൊരാളുടെ അമ്മേനെ ഞാൻ MT8 പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ എന്ന് പറയുന്ന കുട്ടി. ഞാൻ പഠിപ്പിച്ച കുട്ടിയുടെ അമ്മയാണ്. അമ്മയും പഠിപ്പിച്ചു, മോനെയും പഠിപ്പിച്ചു. ഓക്കെ. അപ്പൊ ആമ്പിള്ളേരൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നല്ല അച്ഛനമ്മമാരാണത്. അത് അവർക്കാണ് അതിന്റെ ഒരു അത് കൊടുക്കേണ്ടത്. സാധാരണ ആമ്പിള്ളേരെന്നല്ലേ നമുക്ക് എന്തെങ്കിലും കുസൃതിയും നയമൊക്കെ കിട്ടുന്നത്. പക്ഷെ ഇവര് ക്ലാസ്സിൽ ഒരു പ്രശ്നമില്ല, അത്ര സ്നേഹമുള്ള. എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടുനടക്കുന്ന കുട്ടികളാണ് അവരെ. നല്ല കുട്ടികളാണ്. എന്നും നല്ലത് മാത്രം അവർക്ക് ശ്രമിക്കും. ഇപ്പൊ ആമ്പിള്ളേര് ടീച്ചേഴ്സായിട്ട് ഒരുപാട് എടുക്കുന്നുണ്ട്. പെമ്പിള്ളേര് നമ്മൾ ടീച്ചേഴ്സിനായിട്ട് ഒരുപാട് നമ്മൾ അവരുടെ സൂക്ഷിച്ചൊന്ന് നോക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദ്യം ചെയ്താൽ പെട്ടു. പിന്നെ ആ ടീച്ചേഴ്സുമായിട്ട് അവര് കുറച്ച് അകലം വലിക്കുന്നത്. ആമ്പിള്ളേര് അങ്ങനെയല്ല, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. എനിക്കൊരു തടസ്സവും വന്നിട്ടില്ല. ക്ലാസ് എടുക്കാനാണെങ്കിലും പെൺകുട്ടികളിൽ നിന്ന് മാത്രം എന്തെങ്കിലും കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ കുട്ടികള് എപ്പോഴും നല്ലോണം, ഞാൻ അത്രയും പറയണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര നല്ല കുട്ടികളായിരുന്നു എന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം എല്ലാ ക്ലാസ്സിലും ഷെയർ ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങൾ. ഇപ്പൊ അവര് പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും വിഷമം നമുക്ക് ആ സെൻഡ് ഓഫിന്റെ സമയത്തായിരുന്നു. മറ്റുള്ള സെൻഡ് ഓഫ് അറിയാലോ നിങ്ങൾക്ക്, ഭയങ്കര വിഷമമായിരുന്നത് തിരിഞ്ഞു പോകാനായിട്ട്. അവരെന്നിട്ട് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു ഇടയ്ക്ക് ഫ്രീ ടൈമിലൊക്കെ. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ലാസ്റ്റ് പോകുന്നതിന് മുൻപായിട്ട് ക്ലാസ്സിലെ സെൻഡ് ഓഫിന്റെ സമയത്ത് പ്രൊജക്ടറിൽ ആ വീഡിയോ ഇട്ടു. ഭയങ്കര വിഷമം, ഒന്നുകൂടി വിഷമം കൂടി. അപ്പൊ കുട്ടികളുടെ ആ സ്നേഹമാണ് ആ കുട്ടികളെ തുറന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങളും തരുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പോഴും ഓർത്തിരിക്കുക. അതായത് ഇങ്ങനെ ആമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതൊരു അനാവശ്യ വാക്കുകളോ, ടീച്ചർ എന്നുള്ള റെസ്പെക്റ്റ് ഏറ്റവും നല്ലത് എനിക്ക് ആ കുട്ടികളൊന്നും ഞാൻ കിട്ടിയത്. അവരൊരിക്കലും അറിയാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ അവരെ 8, 9, 10 പഠിപ്പിച്ച ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ കുട്ടികൾ തന്നെയായിരുന്നത്. പക്ഷെ അവിടെ പെൺപിള്ളേർക്ക് എന്തെങ്കിലും മാറ്റം വരണ്ടേ? പെൺപിള്ളേരെ നമ്മൾ വിചാരിക്കുന്ന മൈൻഡ് അല്ല കേട്ടോ. സൂക്ഷിക്കണം. ചില പെൺകുട്ടികൾക്ക് വേറൊരു മെന്റാലിറ്റിയാണ്. അത് എനിക്ക് ഇപ്പോഴും അവരെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവര് വേറെ ഏതോ ചിന്താഗതിയിലുള്ളവരാണ്. അവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഇവിടെ നിന്നൊന്നല്ല അവര്. എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിലുള്ള ആൾക്കാരെ എല്ലാം തോന്നിപ്പോയി. അതേപോലത്തെ ബിഹേവിയറാണ്. എന്ത് കുട്ടികളാണ് വേഷവിധാനങ്ങൾ അതിൽ മോശമാണ്. ഇപ്പോഴും ഞാൻ കാണാറുണ്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ. അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ നിൽക്കുള്ളൂ അല്ലെ? അദ്ദേഹം നമ്മളുടെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടാത്ത കുട്ടികൾ അങ്ങനെ നിൽക്കുള്ളൂ. റെസ്പെക്ട് കിട്ടാത്തവരെ എവിടെയെങ്കിലൊക്കെ നമ്മളിങ്ങനെ കാണാൻ പറ്റും അല്ലെ? റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നല്ല, എന്നാൽ പോലും പെൺകുട്ടികള് നമ്മളൊക്കെ പഠിച്ച സമയത്ത് നമ്മളെ അധ്യാപകരോട് നമുക്ക് ഭയങ്കര കാര്യമുണ്ട് അല്ലെ? പേടിയായിരുന്നു നമുക്ക് ടീച്ചേഴ്സിനോട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ ജോലിക്ക് കയറിയത് ആദ്യമായിട്ട്. അപ്പൊ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷം കൂടി കഴിഞ്ഞ ഒരു എന്നാൽ പോലും അവരുടെ കൂടെ കൂടി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ. അപ്പൊ നല്ലൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് എനിക്ക് സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. ഹൈസ്കൂളിൽ മാത്രമുള്ള UP LP എല്ലാ വിഭാഗത്തിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോരോ എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഓരോ ക്ലാസ് മുറികളും ഓരോ കുട്ടികൾ. ഓക്കെ. ഇൻ കേസ് അവരുടെ പാരന്റ്സിനെ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ മാത്രമല്ല പാരന്റ്സ്, അതാണ് നമ്മൾ അവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി പഠിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എല്ലാ ടീച്ചർക്കും ഓരോരോ അനുഭവങ്ങളായിരിക്കും. നിങ്ങൾക്കും പല പല അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്താണെന്ന് നമ്മൾ അതിൽ നിന്ന് നല്ലത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ. കുട്ടികളിൽ തന്നെ വ്യത്യസ്തത ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് എനിക്ക് മനസ്സിലായത് അവിടെ. ഓക്കെ. യെസ്. അപ്പൊ ഒന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. ഒരു നല്ലൊരു ഓർമ്മ. എന്റെ മോളെ മീറ്റിങ്ങിന് പോയപ്പോ സാർ തന്നെ പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നില്ല തുറന്നു പറഞ്ഞു. പെൺകുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, എന്താ സാർമാരൊന്നും ഒരു ബഹുമാനം ഇല്ലാതെ. നമ്മളൊക്കെ പഠിക്കുന്നത് ഒരു ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെയില്ല. എന്താണെന്നാവോ ചില പെൺകുട്ടികൾ അങ്ങനെയാണ് ഇപ്പൊ കാണിക്കുന്നത്. പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കളിയാക്കലുകൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവങ്ങള്. പക്ഷെ കൊടുക്കേണ്ടതൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കും നമ്മൾ. എന്നിരുന്നാൽ പോലും അവരൊന്നും മനസ്സിലാക്കണ്ടേ അല്ലെ? ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ആൺകുട്ടികളെ കണ്ട് പഠിച്ചുകൂടെന്ന് ചോദിച്ചിട്ടുണ്ട് പല ക്ലാസ്സിൽ. ഇവര് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടാവില്ല. നമ്മൾ പറയും പെൺകുട്ടികളെ കണ്ട് പഠിക്കാന്ന് പറയുന്നത്. തിരിച്ചു പറയേണ്ടി വന്നു. അവര് ആൺപിള്ളേര് അത്യാവശ്യം ബഹളമൊക്കെ ഉണ്ടാക്കി പോലും നമ്മൾ പറഞ്ഞ അനുസരിക്കുമായിരുന്നു. ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടി. അപ്പൊ പെൺപിള്ളേരുടെ അമ്മമാരോട് പ്രത്യേകിച്ച് സൂക്ഷിച്ച് വളർത്തുക. നമ്മൾ വളർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി വ്യത്യസ്തമാണ്. അവർക്ക് ചിന്തിക്കുന്ന പോലെയൊക്കെ നടക്കുന്നു. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ അല്ലെ? അവരുടെ ലൈഫ് അവരാണ് ജീവിക്കുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ പറ്റുള്ളൂ. ഓക്കെ.
ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? എത്രയും നേരം നമുക്ക് വേണ്ടി നല്ല രീതിയിൽ ക്ലാസ് എടുത്ത ആതിര മിസ്സിന് വളരെയധികം നന്ദി. ഒരുപാട് കാര്യങ്ങൾ മിസ് പറഞ്ഞു തന്നു. മിസ് പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികളിൽ നിന്ന് റെസ്പെക്ട് സ്നേഹവും കിട്ടുന്ന രീതിയിലുള്ള അധ്യാപകരാവാൻ നമുക്ക് കഴിയട്ടെ. മിസ്സിന് ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു. യെസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം. താങ്ക് യു മാം.